Hi everyone, welcome to another lecture in Newton's Academy. So, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഈ ഒരു സെക്ഷനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുകയാണ്. സെൻറ്റർ ഓഫ് മാസ് ആൻഡ് റൊട്ടേഷണൽ മെക്കാനിക്സ് ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന റൊട്ടേഷണൽ മെക്കാനിക്സ് ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പഠിക്കും. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളതാണ്. സോ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഒരു ബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സ് വരികയും അതിൻ്റെ മൊത്തത്തിൽ എന്താണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് പാർട്ടിക്കിൾസ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് എലോങ് എക്സ് ആക്സിസ് മാത്രമാണ്. സോ x1 ആൻഡ് x2 ആർ ദ പൊസിഷൻസ് വെയർ m1 ആൻഡ് m2 പ്ലേസ്ഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യത്തിൽ വ്യക്തതയുണ്ട്. അപ്പം ഈ പറയുന്ന രണ്ട് ഒബ്ജക്റ്റ് x1 x2 ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, ഇതിൻ്റെ മൊത്തത്തിൽ എവിടെയാണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് രണ്ട് ഒബ്ജക്റ്റിൻ്റെയും കൂടെ എവിടെയാണെന്നുള്ളത് അങ്ങനെ കണ്ടുപിടിക്കാം. എക്സ് ഈസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ഇനിയും മൂന്ന് മാസുള്ള ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിലോ m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് കിട്ടും. ഇനി നമ്മൾ എക്സ് കോർഡിനേറ്റ് മാത്രമല്ല വൈ കോർഡിനേറ്റ് നമുക്ക് അതിനകത്തുണ്ടെന്ന് വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ y ഈസ് ഈക്വൽ ഇത് എക്സ് കോർഡിനേറ്റിൻ്റെ കറസ്പോണ്ടിങ് കിട്ടി. അപ്പം എക്സ് കമ്പോണൻ്റ് എവിടേക്കാണെന്നുള്ള ഓരോ മാസിൻ്റെയും എക്സ് കോർഡിനേറ്റ് വാല്യൂസ് നമുക്ക് ഇട്ട് കൊടുക്കുകയും രണ്ടാമത് y കോർഡിനേറ്റ് ഇട്ട് കൊടുക്കുമ്പം എന്ത് കിട്ടും, y എന്ന് പറയുന്ന വാല്യൂ എത്രയാണ് എന്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആ പറയുന്ന ഒബ്ജക്ട്സിൻ്റെ എല്ലാം എവിടെയാണെന്ന് കിട്ടും. അങ്ങനെ വരുമ്പം നമുക്കൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയാണ് എലോങ് എക്സ് ആൻഡ് വൈ ആക്സിസ്. ദെൻ യു ക്യാൻ ഫൈൻഡ് x and y corresponding to the center of mass of the entire system. ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് സാധാരണഗതിയിൽ ചോദിച്ചിട്ടുണ്ട്. y കണ്ടുപിടിക്കണമെങ്കിലും ഓർത്തിരിക്കുക m1 y1 പ്ലസ് m2 y2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ഓക്കെ, നൗ ഈ ഒരു ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ടോട്ടൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു m1 പ്ലസ് m1 a1 പ്ലസ് m2 a2. അതായത് ഒത്തിരി പാർട്ടിക്കിൾസ് നമുക്കിവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് രണ്ട് പാർട്ടിക്കിളേ ഉള്ളൂ. ഈ പറയുന്ന രണ്ട് പാർട്ടിക്കിളിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സിലറേഷൻ ഇൻറ്റു ദ ടോട്ടൽ മാസ് ഈസ് ഈക്വൽ ടു ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എഴുതാം എന്ത്, എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു f1 പ്ലസ് f2. f1 f2 എന്താണ്, അതിനകത്തുള്ള ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ആണ്. അപ്പം നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഈസ് the force which is acting on individual particles. അപ്പം അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ജനറലൈസ് ചെയ്ത് എങ്ങനെ പറയാം, എഫ് ഈസിക്കൽ ടു ഈസ് f1 പ്ലസ് f2 എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇനി എക്സാമ്പിൾ ഓഫ് മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുമ്പം ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സ് വരുമ്പോൾ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് സ്പോണ്ടേനിയസ് ഡീകേ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ റേഡിയോ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യും, നമുക്ക് ന്യൂക്ലിയസ് ആണ്, അത് റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സംതിങ് ഈസ് എമിറ്റഡ് ഫ്രം ദാറ്റ്, അല്ലേ? അപ്പം ഇതിനകത്ത് ഹയർ വെയിറ്റ് ഉള്ളതും കാണും, ലോവർ വെയിറ്റ് ഉള്ളതും കാണും. അപ്പോൾ എന്താണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് ഇവിടെ തന്നെയായിരിക്കും റെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ബോഡി ഡെവലപ്പ് ചെയ്യുമ്പം അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുക സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്നുള്ളത്. ഇനി മോഷൻ ഓഫ് എ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ എക്സ്പ്ലോഡിംഗ്, അതായത് ഇതിങ്ങോട്ട് വരികയാണ്, നമ്മളൊരു മിസൈൽ ഇവിടെ നിന്ന് വിട്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരു ഗ്രനേഡ് എടുത്ത് എറിഞ്ഞ് ഇവിടം വരുമ്പോൾ ഇത് പൊട്ടിക്കഴിയുമ്പോഴും ഈ പാർട്ടിക്കിൾസ് എല്ലാം എങ്ങോട്ട് പോകും, പല ദിശയിൽ പോകും. ആൻഡ് ദിസ് വെലോസിറ്റി ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. പക്ഷേ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, ഇവരുടെ എല്ലാവരുടെയും സെൻറ്റർ ഓഫ് മാസ് ഇതിലേ തന്നെ പോകും. നമുക്കറിയാം ഇവിടെ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ ഇത് കീപ്പ് ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഗോയിങ് ടു മൂവ് ത്രൂ ദ പ്രൊജക്റ്റൈൽ പാത്ത്. ഓക്കെ, സോ ഇതാണ് മോഷൻ ഓഫ് എ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ എക്സ്പ്ലോഡിംഗ് ട്രിപ്പ്. ഇനി നോക്കി സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ എർത്ത് മൂൺ സിസ്റ്റം. ഇനി എർത്ത് മൂൺ സിസ്റ്റം പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ആദ്യം നമുക്ക് സണ്ണ് മാത്രം ഉള്ളതെന്ന് വിചാരിക്കാം. ഇനിയും ഇതിന് ചുറ്റും ഞാൻ എന്ത് ചെയ്തു, എർത്തിനെ കൊണ്ടുവിട്ടു. എർത്തിനെ കൊണ്ടുവിടുമ്പോഴത്തേക്ക് ഇവിടെ മൂണില്ല. അപ്പോൾ എർത്തിനെ മാത്രം കൊണ്ടുവിടുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ എന്ത് സംഭവിക്കും, ഈ പറയുന്ന സാധനം എന്ത് ചെയ്യും, പതുക്കെ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും, അല്ലേ? ഇതിന് ചുറ്റും ഒരു സർക്കുലർ പാത്ത് ക്രിയേറ്റ് ചെയ്യും. ഇനി ഞാൻ എന്ത് ചെയ്തു, ഒരു മൂണിനെ ഇവിടെ കൊണ്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും, ഒരു പാരാബോളിക് പാത്ത്, പാരാബോളിക് അല്ല എലിപ്റ്റിക്കൽ പാത്ത് ഇവിടെ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യാൻ ഇതിന് സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്, ഈ ഒരു സർക്കുലർ മോഷനിൽ നിന്ന് അത് മാറുകയും വേറൊരു മോഷൻ അത് ക്രിയേറ്റ് ചെയ്യും. കാരണം എന്താണ്, ഇവിടെ നമുക്ക് ഈ മൂൺ അഡീഷണലായിട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ അഡീഷണലായിട്ട് ഒരു മാസം കൂടെ വരികയും ഇവന്മാരുടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇവിടെ മാറുകയും ചെയ്യുന്നു. അത് മാത്രമല്ല ഈ സണ്ണിന് എന്ത് സംഭവിക്കാം, സണ്ണെന്ന് പറയുന്ന സാധനത്തിന്
ചെറിയ ഈ പറയുന്ന ഇവിടെ തന്നെയാണോ നിൽക്കുന്നത്? അല്ല, ഇത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിന് സർക്കുലർ പാത്ത് ഇവിടെ ട്രേസ് ചെയ്യാം. ഇനിയും അതുകൂടാതെ കുറേ പ്ലാനറ്റ്സ് ഇതിന് ചുറ്റുമുണ്ട്. അപ്പോൾ എൻ്റെയർ നമുക്ക് ഈ പറയുന്ന എർത്ത് എന്ന് പറയുന്നത് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ സൺ. എന്താണ്? ഇതിന് ചുറ്റുമുള്ള പല മാസ് പ്ലാനറ്റ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ എർത്തും മൂണും മൂവ് ചെയ്യുന്നത്. അപ്പോൾ അറിഞ്ഞിരിക്കുക, എർത്ത് മൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് എന്ത്? ഇതിന് എന്ത് ചുറ്റും വന്നിരിക്കുന്ന എലിപ്റ്റിക്കൽ പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ എർത്ത് മാത്രമല്ല അവിടെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എർത്ത് മൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോഡാലി ഒരു ആക്സിസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്നത് ജസ്റ്റ് ത്രോ ചെയ്യണം. ത്രോ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കറങ്ങി, ഇത് ആദ്യം ഇവിടെ ഇതിൻ്റെ എൻഡ് ഇവിടെ ആയിരുന്നെങ്കിൽ ഇത് എന്ത് ചെയ്തു? താഴോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു, ഇത് കറങ്ങി ഇതേ ഇവിടെ വന്നു. പക്ഷേ ഇവിടെ നോക്കി, ഈ പറയുന്ന സാധനത്തിന് ഒരു പ്രൊജക്റ്റിൽ പാത്ത് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പം അതെന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനിയും റിജിഡ് ബോഡി ഈസ് എ ബോഡി. ഇതൊരു അറിഞ്ഞിരിക്കേണ്ട ടേമാണ്. റിജിഡ് ബോഡി ഈസ് എ ബോഡി വിത്ത് പെർഫെക്റ്റ്ലി ഡെഫിനിറ്റ് ആൻഡ് അൺചേഞ്ചിങ് ഷേപ്പ്. ഓക്കെ, നോ റിയൽ ബോഡി ഈസ് ട്രൂലി റിജിഡ് ബോഡി. നൗ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ റിജിഡ് ബോഡി ഈസ് എ പോയിന്റ് ഹൂസ് പൊസിഷൻ ഈസ് ഫിക്സ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദ ബോഡി as a whole. The position of center of mass depends on എന്തിനൊക്കെയാണ്? ഫസ്റ്റ് വൺ ഷേപ്പ് ഓഫ് ദ ബോഡി, സെക്കൻഡ് വൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ഇൻ ദ ബോഡി. ഇനി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണ്? എപ്പോഴും നമുക്ക് സംശയം ഉണ്ടാകും, സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒന്നാണ്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് മാസിൻ്റെ ആകത്തുക എവിടെയാണ് അത് ആക്ട് ചെയ്യുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമലി ഇത് രണ്ടും ഒരിടത്ത് തന്നെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. പക്ഷേ center of gravity of a body is defined as a point where the whole weight of the body can be. അപ്പം വെയിറ്റ് എന്ന് പറയുന്നത് എവിടെയൊക്കെ ആയിരിക്കും വ്യത്യാസം വരുന്നത്? ഗ്രാവിറ്റേഷണൽ എഫക്റ്റ്, ഗ്രാവിറ്റി എന്ന് പറയുന്നത് മാറുമ്പോഴല്ലേ ഈ പറയുന്ന ജി വാല്യൂ മാറുന്നത്. ജി വാല്യൂ മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഹാവിങ് എ നോൺ യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, or if it is having a gravity free space also there won't be any center of gravity. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, എവിടെയൊക്കെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് മാറുന്നത്? with respect to the center of mass when there is no uniform gravitational field and a gravity free space. I think the concept about the center of mass is clear from this lecture, so we will get into the next section in the next class. Thank you. Have a nice day.